രാമു, എടാ രാമു, എഴുന്നേക്കടാ. എന്തു പറ്റി നിനക്ക്? എന്ത് പറ്റാ? നിനക്ക് 2 ദിവസം കൂടി താമസിച്ച് വന്നാ പോരായിരുന്നു. വീട്ടിൽ ചെന്നപ്പോ അമ്മ വിട്ടില്ല, ഞാൻ എന്ത് ചെയ്യും? നിന്നെ അമ്മ പിടിച്ചു നിർത്താൻ നോക്കുന്നു. ഞാൻ എവിടെയെങ്കിലും പറ്റിക്കൂടാൻ നോക്കുന്നു. എടാ, നീ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നത്? നീ ധൈര്യപൂർവ്വം വീട്ടിൽ ചെന്നാ അവര് കയറ്റാതിരിക്കും. ചിറ്റമ്മയോ കേറ്റും. പിന്നെ ജീവനോട് അവിടെ ഇറങ്ങി വരില്ലെന്ന് മാത്രം. അച്ഛനും അമ്മയില്ലാത്ത എനിക്ക് അവിടെ എന്ത് കാര്യം? ശരി, എന്തോ ആവട്ടെ, നീ എഴുന്നേക്ക്. എങ്ങനെ എഴുന്നേൽക്കുന്നത്? ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. നമുക്ക് വഴിയുണ്ടാക്കാം. അവിടെ നിൽച്ചിട്ട് പെട്ടി ഞാൻ എടുത്തുള്ള അതിനകത്ത് വല്ല തിന്നാൻ കാണും. എടാ എടാ എടാ, കണ്ണിവാങ്ങണ്ട അതിനകത്ത്. പതുക്കെ പതുക്കെ. കണ്ണി വാങ്ങ എന്തെങ്കിലും. എന്താണ്? ഇയാൾ മര്യാദകൾ കഴിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അറിയില്ലല്ലേ? ഇയാൾ കുറെ നേരമായി എന്നെ തൊട്ട് വിളിക്കുന്നു. ഞാനോ? അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് അനാവശ്യം കാണിക്കാല്ലേ? നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. നിങ്ങളെ തൊട്ട് വിളിച്ചത് ഇയാളല്ല, ഈ കുട്ടിയാണ്. അടിച്ച് കരണം പൊട്ടിക്കേണ്ടത്. ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അവൾ വയറ് വേശിന്നിട്ടാ തോന്നുന്നത്. പാവം, അവൾ ഒരു ഊമയാണ്. വലിയ വീട്ടിലെ പെണ്ണാണെന്ന് തോന്നുന്നുണ്ടല്ലോ. വലതും കൊടുത്തോട്ടെ. കൊടുത്തു വേണ്ടില്ലേ പെൺകുട്ടികൾ അഹങ്കാരികളാവരുത്. മാറി നിൽക്ക്. ഞാൻ തൊട്ട് നിങ്ങളുടെ പാതപ്പെടുത്തും പോണ്ട. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. രാമോ, എടാ രാമോ, രാമോ. നീ എന്താ ചില വേലക്കാരെ വിളിക്കുന്നു? എനിക്കൊരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. എടാ, ഇന്ന് രാവിലെ ഞാൻ ആരെയാ കണി കണ്ടത്? എന്താ? നീ ചോദിച്ചതിന് സമാധാനം പറ. നീയല്ലേ രാവിലെ ചായയും കൊണ്ടുവന്ന് എന്നെ ഉണർത്തിയത്? ആ സംഭവം എന്താണെന്ന് പറയാ. ഇഷ്ടം ഒന്നും പറയണ്ട. ഇന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് തല്ലുണ്ട്. കോളടിച്ചല്ലോ. എന്തിനാ? സംഗതി വെറും തെറ്റിദ്ധാരണയാ, പക്ഷെ കൊള്ളേണ്ടത് കൊണ്ടില്ലേ? അത് ശരി. അതാ സാറ് കണിയുടെ കാര്യം പറഞ്ഞല്ലേ. കണി കണ്ട സാറിന്റെ മുഖം തന്നെയാ. എന്റെ ഞാൻ ചായ കൊണ്ടുവരാൻ സ്വല്പം വൈകിപ്പോയി. ചായ കൊണ്ടുവരുമ്പോ സാറ് കണ്ണാടി നോക്കി പല്ലിയൊക്കെയായിരുന്നു. ഓർമ്മയുണ്ടോ? പോടാ, അവന്റെ ഒരു കണ്ടുപിടുത്തം. അത് കിട്ടെ. സംഭവം എങ്ങനെ? സംഭവം ഇങ്ങനെ. സംഭവം സ്വല്പം ചൂടുള്ളതാണല്ലോ. എടാ, ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുമ്പോ ഒരു പെണ്ണിന്റെ വയറ്റിൽ ഇങ്ങനെ ഒരു ചൊറിച്ചിൽ. അവള് ഞാനാന്ന് വിചാരിച്ചു. അടിയും പറ്റിച്ചു വന്നു. സത്യത്തിൽ സംഭവം നടത്തിയ ഒരു ഭിക്ഷക്കാരി പെണ്ണായിരുന്നു. ആ പെണ്ണ് കൊള്ളാമോ? ആര്? ഭിക്ഷക്കാരിയോ? അതല്ലടാ, അടിച്ച പെണ്ണ്. എടാ, തല്ലുകൊണ്ട് ആർക്കെങ്കിലും പെണ്ണ് നോക്കാൻ മൂട് കിട്ടുമോ? എടാ, നിനക്ക് ലോകത്തെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ഇല്ല. എടാ, പെണ്ണ് പിണങ്ങിയാൽ അത് ഇണക്കത്തിന്റെ ലക്ഷണമാണെന്നാ. ഇവിടെ നിന്നാണ് ഈ ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. ലോകചരിത്രത്തിലെ പ്രേമബന്ധങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. ഒരു കടലാസ് എടുത്ത് ഈ കഥകൾ മുഴുവൻ അങ്ങ് എഴുതി വെക്കും. ഞാൻ സൗകര്യം പോലെ വായിച്ചോളാം. പേനയുണ്ടോ? ഈ ഫയലെടുത്തേക്ക്. ബസ് സ്റ്റോപ്പ്. സോറി.
പോകാൻ പാടില്ല. കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്ത് സംഭവിച്ചു? ഓരോ പൂവാലന്മാരും കൂടെ ഇറങ്ങിക്കോളും. കണ്ടില്ലേ പെൺകുട്ടികളെ റോഡിൽ നിൽക്കാൻ സമ്മതിക്കില്ല. വീട്ടിൽ വിട്ടാൽ മതി, പോലീസ് സ്റ്റേഷൻ വിടണ്ടേ? അപ്പോ അല്ലെ വീട്ടിൽ വിട്ടാൽ മതി, പോലീസ് സ്റ്റേഷൻ വിടണ്ട. അയ്യോ, പോലീസ് സ്റ്റേഷൻ വിടണ്ടേ? അയ്യോ അയ്യോ എന്നെ കൊല്ലാൻ അയ്യോ വിടണേ. അയ്യോ 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 എന്നെ അയ്യോ അയ്യോ നിങ്ങൾ ആരാ? എങ്ങനെ ഇവിടെ എത്തി? എന്റെ പേര് രാജൻ. ഞാനൊരു കൂട്ടുകാരനെ അന്വേഷിച്ചിറങ്ങിയത്. അപ്പോഴാണ് നിങ്ങളുടെ നിലവിളി കേട്ടത്. ഓ എന്റെ പൊന്നു രാജ, രാജൻ സമയത്ത് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആ മഹാഭാവികളെ എന്നെ തല്ലി കൊന്നു കളഞ്ഞാൻ. അവരാരാണ്? അവരെന്തിനാ നിങ്ങളെ ഉപദ്രവിക്കുന്നത്? ഞാനൊരു അഡ്വക്കേറ്റാ, പേര് ഭാസ്കരമേനൻ. ഞാൻ വാദിക്കുന്ന ഒരു കൊലക്കേസിന്റെ പ്രതിഭാഗം ആളുകളാണ് അവർ. ഒരു പുതിയ കേസിനെ പറ്റി സംസാരിക്കാണ്ടെന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതാ. അവരെന്നെ ചതിച്ചതാ. ഓ കൈ വല്ലാതെ മുറിഞ്ഞിരിക്കുന്നല്ലോ. വരൂ, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം. അവിടെ ഇരുന്ന് സംസാരിക്കാം. രാജൻ, ഇതാണ് എന്റെ മകള് ഗീത. മോളെ, ഇത് രാജൻ, അച്ഛനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ആളാ. മരണത്തിൽ നിന്നോ? ആ അതൊക്കെ പിന്നെ പറയാം. നീ പോയി കുറച്ച് ചൂടുകൾ ഉണ്ടായിക്കൊണ്ടുവരും. വരൂ മിസ്റ്റർ രാജൻ, വരൂ. ഇത് ഇങ്ങോട്ടിരിക്കാം. കൈക്ക് വല്ലാത്ത പരിക്കുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. സാരമില്ല. കഷ്ടമായിപ്പോയി. എന്നെ രക്ഷിക്കാമെന്ന് രാജനായി ഇപ്പൊ പരിക്ക്. സാരമല്ലേ, ഞാൻ ഡോക്ടറെ വിളിക്കാം. ആ മോളെ, ഞാൻ തുണിമുക്കി രാജന്റെ കൈയും തുടച്ചു കൊടുക്കൂട്ടോ. ഹലോ, ഡോക്ടർ രാമേന്ദ്രനല്ലേ? ഇത് അഡ്വക്കേറ്റ് ഭാസ്കരനാ. പിന്നെ അടിയന്തരമായിട്ട് എന്റെ വീട് വരെ ഒന്ന് വരണമല്ലോ. അതെ, എന്റെ ഒരു സുഹൃത്തിന്റെ കൈക്ക് പരിക്ക് പറ്റി. ആ ബാൻഡേജിനുള്ള സാമഗ്രികളെല്ലാം കൂടെ കൂടി കൊണ്ടുവരും കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. രാജൻ, ഡോക്ടർ ഇപ്പോൾ വരും. എന്താ ഉണ്ടായിരുച്ച? ഒന്നും പറയണ്ട എന്റെ മോളെ. ഇന്ന് വൈകുന്നേരം കേസിന്റെ കാര്യം സംസാരിക്കാൻ പറഞ്ഞ ഒരു കൂട്ടർ എന്നെ കൂട്ടിക്കൊണ്ടുപോയില്ലേ?
അവരെന്നെ ഒരു ഒഴിഞ്ഞ ബംഗ്ലാവിൽ കൂട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചു. തക്ക സമയത്ത് രാജൻ ഇടപെട്ടതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മോള് പോയി ഞങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കാൻ പറയും. ശരി. ഇപ്പൊ എങ്ങനെയുണ്ട് മിസ്റ്റർ രാജൻ? സുഖമുണ്ട്. ആ കൈ അധികം അനക്കണ്ട. ഇല്ല, ഈ കൈക്ക് വലിയ കുഴപ്പമില്ല. ഓ, ഞാൻ ആ നേഴ്സിനോട് പറഞ്ഞ 2 കൈയും കൂടെ ഇങ്ങനെ കെട്ടരുതെന്ന് എന്ന് പറഞ്ഞുകൊണ്ടായോ മിസ്റ്റർ രാജൻ? മുറിവ് ഉണങ്ങണ്ടേ? ഓഫീസിൽ പോകാൻ പറ്റാതായി. കുറച്ച് ദിവസം ഇവിടെ താമസിക്കൂ. സൂക്കേട് ഭേദമായിട്ട് പോയാൽ മതി. എന്നാൽ ഞാൻ എന്റെ റൂമിലേക്ക് തന്നെ പോവുകയാണ്. എന്താ ഇവിടെ അസൗകര്യം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, എങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ. ഒറ്റയ്ക്കാവാതിരിക്കാനാണ് കുറച്ച് നാൾ കൂടി ഇവിടെ താമസിക്കാൻ പറഞ്ഞത്. പിന്നെ മിസ്റ്റർ രാജന്റെ റൂംമേറ്റിന് ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല കേട്ടോ. അവിടെ പോയാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ ആരാ ഉള്ളത് മിസ്റ്റർ രാജൻ? ഇവിടെ എന്റെ മോളുണ്ട്, സർവൻസ് ഉണ്ട്. എന്ത് വേണമെങ്കിലും അവരോട് പറഞ്ഞേച്ചാൽ മതി. പിന്നെ മോളെ രാജന്റെ ഡ്രസ്സെല്ലാം അടുപ്പിച്ചല്ലോ. ഇത് രാജന്റെ സ്വന്തം വീടാണെന്ന് കണക്കാക്കി ഇവിടെ താമസിച്ചുള്ളൂ. എനിക്ക് കോടതി പോകേണ്ട സമയമായി. മോളെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. അച്ഛന്റെ ജീവൻ രക്ഷിച്ച ആളാണ്. അപ്പൊ ഞാൻ വരട്ടെ. ശരി. രാജന് സമയത്ത് ആഹാരം കൊടുക്കണം. നീ കോളേജിലോ മറ്റോ പോവുകയാണെങ്കിൽ സർവൻസിനെ ആരെങ്കിലും പറഞ്ഞേൽപ്പിച്ചിട്ട് വേണം പോവാൻ. ഞാൻ വരട്ടെ. വരൂ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വേണ്ട, എനിക്ക് നല്ല വിശപ്പില്ല. വിശപ്പൊക്കെ ഉണ്ടാവും, വരൂന്നേ. കുറെ കഴിയട്ടെ. സുഖമില്ലാതിരിക്കുകയല്ലേ, ഞാൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കാം. ഗീതയ്ക്ക് കോളേജിൽ പോണ്ടേ? ഇന്നെനിക്ക് ക്ലാസ്സില്ല. ഇരിക്കൂ, കഞ്ഞി റെഡിയായി വിളിക്കാം. ബുദ്ധിമുട്ടണ്ട, ഞാൻ എടുത്തു തരാം. വേണ്ട, സാരമില്ല. ഇങ്ങോട്ട് തരൂ. ഹലോ, എന്താ ഡേസി? ഇല്ല, ഞാനിന്ന് വരുന്നില്ല. പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. ക്ലാസ്സിൽ നിന്ന് നുണ പറഞ്ഞു അല്ലേ? എനിക്ക് വേണ്ടി എന്തിനിങ്ങനെ പ്രയാസപ്പെടുന്നു? എനിക്ക് ഇതൊരു സന്തോഷമാണ്. അന്നെനിക്ക് മാപ്പ് പറയാൻ പോലും അവസരം തന്നില്ല. അതിനു മുൻപേ സ്ഥലം വിട്ടു. ഇപ്പോഴെനിക്കാണ് കുറ്റബോധം തോന്നുന്നത്. എത്രയൊക്കെ ആയാലും പരിചയമില്ലാത്തൊരു പെൺകുട്ടിയോട് അത്ര പരുഷമായി സംസാരിക്കാൻ പാടില്ലായിരുന്നു. അന്ന് ഞാൻ ക്ലാസ്സിലിരുന്ന് ഒരുപാട് കരഞ്ഞു. പക്ഷെ ഞാൻ ഓഫീസിലിരുന്ന് ഒരുപാട് ചിരിച്ചു. ഇങ്ങനെയെങ്കിലും രാജേട്ടനെ ശുശ്രൂഷിക്കാൻ എനിക്ക് അവസരം കിട്ടിയല്ലോ, അതിന്റെ ഭാഗ്യമാണ്. ഇവിടെ ആരുമില്ലേ? ആരാണ്? എന്ത് വേണം? ഒന്നുമില്ല പെങ്ങളെ, വഴിതെറ്റി കയറിയതാ. ഇവിടെ വാടാ, ഇവിടെ വാടാ, ഇവിടെ വാ. അയ്യോ, ഈ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. വിശ്വസിച്ച എപ്പോഴാണ് അടി വീഴുന്നറിയില്ല. നീ എവിടെയായിരുന്നു ഇതുവരെ? വാ. അയ്യോ, എന്റെ പൊന്നാശാനെ ഒന്നും പറയണ്ട. ഞാനൊരു പരീക്ഷണത്തിന് ഇറങ്ങിയതാ. മാനഹാനിയും ജയിൽവാസവും കഴിഞ്ഞ് വരുന്ന വഴിയാ. അപ്പോഴാണ് നീ ഈ വീട്ടിലുണ്ടെന്ന് പറഞ്ഞത്. ഇതാണ് ഞാൻ പറയാറുള്ള രാമു. ഇത് ഗീത, ബസ് സ്റ്റോപ്പിൽ വെച്ച് എനിക്കിട്ട് പ്രയോഗിച്ച പെണ്ണ്.
നീ അന്ന് പറഞ്ഞത് 100% സത്യമാണ്. അന്നത്തെ ആ അടിയാണ് ഞങ്ങൾ തമ്മിലുള്ള ഈ പരിചയത്തിന്റെ ബേസ്. പക്ഷേ ഞാൻ അഭിപ്രായം മാറ്റി രാജ, എനിക്കത് ഏറ്റില്ല. ഏതായാലും നീ കടന്നിരിക്കേ, വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ. അപ്പോ നീ ഇവിടെ തന്നെ താമസാക്കിയോ? ഇല്ല, നീ വരുന്നവരോടെ കഴിയാമെന്ന് കരുതി. ഇന്നു മുതൽ നമുക്ക് ആ പഴയ ബംഗ്ലാവ് തന്നെ. പെൺകുട്ടികളായ പറഞ്ഞ അനുസരിക്കണം. അഞ്ഞുടിക്കും മോളെ. എനിക്കൊന്നും വേണ്ടാഞ്ഞിട്ടാ മൊയ്തുക്ക. അതൊക്കെ ഈ വെറുതെ പറയാണ്. ഐസോ ഈ എന്താണ് നോക്കി നിൽക്കണേ? ആ പെട്ടീനകത്ത് കടുമാങ്ങൻ അച്ചാറിന്റെ പോയി എടുത്തോണ്ടാ. ഞമ്മക്ക് പിന്നെ ആർക്ക് കൊടുക്കാനാണ്? ചെല്ലേ ഇങ്ങോട്ട് മോളെ, ഈ ഞോനെയും കാത്തിരിക്കണ്ട. അനക്ക് ഞാൻ നല്ല ഒന്നാം തരം എണ്ണം പറഞ്ഞ സുൽത്താനന്മാരുള്ള പിയ്യാപ്പിളനെ ഞമ്മള് കൊണ്ടുവന്നിരുന്നു. ഈ അറിഞ്ഞോ? ആ ബാഗറിയുമേ മോനിക്ക് വേറെ പെണ്ണന്വേഷിക്കണം. ഇതിലും വലിയൊരു ബന്ധം നമുക്ക് വരാനില്ല. നല്ല കുടുംബക്കാര്, വേണ്ടുവോളം സ്വത്ത്. നല്ല പെൺകുട്ടി, BA പഠിച്ചവളാ. എവിടെ? പട്ടണത്തിൽ പോയി പഠിച്ചവളാ. പഠിപ്പെന്ന് വെച്ചാൽ ചില്ലറ പഠിപ്പാണോ? ഈ ഇംഗ്ലീഷിൽ കട്ടുക്കുമണി വറുത്തിടുന്നത് പോലെയല്ലേ സ്പീക്ക് ചെയ്യുന്നത്? അത്തരത്തിലൊരു പെൺകുട്ടി ഇവിടെ വന്ന് കയറിയാൽ ഈ ഭാർഗവീ മന്ദിരത്തിന്റെ ഒരു അന്തസ്സ് തന്നെയാണ്. വേണ്ട, എനിക്ക് വേണ്ടി ഇവിടെ ആരും കല്യാണം ആലോചിക്കണ്ട. ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. അവളെ വിവാഹം കഴിക്കാൻ അമ്മ സമ്മതിച്ചില്ല. നിനക്ക് അവളെ പറ്റി എന്തറിയാം? തറവാട്ടി കേറ്റാൻ കൊള്ളാവുന്ന സ്വഭാവമാണ് അവളത്. അയ്യോ, അതിനെപ്പറ്റിയൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. ജോലിയിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ജീവിക്കുന്നത് അപ്പുകുട്ട അല്ല, അമ്മ പറയുന്നത്. അല്ല, ഞാൻ പറയുന്നത്. അമ്മ പറയുന്നത് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. വിമലയല്ലാതെ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കമല്ല. അതല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവിവാഹിതനായി കഴിഞ്ഞോളാം. ചേട്ടാ, അതിനൊരു പോക്കുണ്ടോ? അമ്മ എന്തിനാണെങ്കിലും നിർബന്ധം പിടിക്കുന്നത്? വിമല ചേച്ചി പാവമാണ്. ചേട്ടന്റെ ആഗ്രഹത്തിന് സമ്മതിച്ചൂടെ? എന്തിനാന്ന്? ഒരു ഉപദേശക്കാരി വന്നിരിക്കുന്നു. എടി, നിന്നെയൊക്കെ വളർത്താൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടെന്ന് അറിയാമോ? നിങ്ങളുടെ അച്ഛൻ മരിക്കുമ്പോ രവിക്ക് 7 വയസ്സ്, രാജന് 4 വയസ്സ്, രമക്കുഞ്ഞ് കൈക്കുഞ്ഞ്. ആരാത്? രവിച്ചേട്ടനാണോ? രവിച്ചേട്ടനാണെന്ന് അറിഞ്ഞാലേ വാതിൽ ഓർക്കുള്ളൂ അല്ലേ? നിങ്ങൾ ആരാണ്? എന്നെ അറിയില്ലേ? വിക്രമൻ. വിക്രമൻ? ഏത് വിക്രമൻ? നീ എന്തിനാ പെണ്ണെ പേടിക്കുന്നത്? എന്നൊരു അന്യനെ കണക്കാക്കണ്ട. പോകും ഇവിടുന്ന്. നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ ബഹളം കൂട്ടും. ബഹളം കൂട്ടണം. എന്നിട്ട് നാട്ടുകാർ കൂടെ ഓടിക്കൂടണം. അവരുടെ മുന്നിൽ മാന്യനായി ഞാനിന്ന് പറയും, ഇന്ന് രാത്രി നീ എന്നോട് വരാൻ പറഞ്ഞതെന്നും വിലപേശി തെറ്റിയപ്പോ ബഹളം വെച്ചെന്നും. അപ്പോൾ ആർക്കാ ദോഷം? ദേവീത് പോകും. അത്ര ശീലാവതിയായി നീ ഇവിടെ ജീവിക്കണം. മാറാവിടുന്ന് അന്നിന്ന് ഞമ്മള് മയ്യത്താക്കട, മയ്യത്താക്കൂ. എന്റെ മയ്യത്തോണ്ട് ഇന്ന് ഞമ്മള് ഫുട്ബോൾ കളിക്കും. സൈത്താനെ, എനിക്കാവിടുന്ന് എണീക്കാൻ. നമുക്ക് എണീക്കാൻ എനിക്ക് എന്താണ് വേണ്ടിയത്? ആണുങ്ങൾ ആരും ഇല്ലാത്തതുകൊണ്ട് എന്തും കാണിക്കാനാണ്. ഉസിലുള്ള തന്തയ്ക്ക് പറഞ്ഞ മോനാണെങ്കിൽ ഓൻ തൊട്ടു നോക്കണം. നമുക്ക് അപ്പൊ കാണിച്ചരാ സൈത്താൻ. ഇവിടെ വാ നമുക്ക്. എടാ, താടിയും തലയും നരച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കയ്യിന്റെ ശക്തി കുറഞ്ഞൊന്നും വിചാരിക്കരുത്. അന്നെപ്പോലത്തെ 4 എണ്ണത്തെ നേരിടാൻ ഇന്നും നമ്മൾ മതി. നമുക്ക് കടകട പുറത്ത് കറക്ക് സൈത്താനെ. ഓ മുടുതാർ മോളെ, ഇത് ഇബിലീസുള്ള നാടാണ്. മാനം മര്യാദയായിട്ട് ഇവിടെ കയ്യാൻ മനുഷ്യന്മാർ സമ്മതിക്കൂല. ഇതൊരു കാര്യം ചെയ്യും, ഞമ്മളെ കുടിയിലേക്ക് പോരി. അല്ലെങ്കിൽ ഐസുവിനോട് ഇവിടെ ഒന്ന് കിടക്കാൻ പറയാം. എന്തേ? വേണ്ട മൊയ്തുക്ക, ഞാൻ കഥകടച്ച് കിടന്നോളാം. ആ ഹമുക്കിന്റെ മാരിലുള്ളവർ ഇനിയും വരും. നമ്മളെ കത്തിയല്ല പള്ളെ കിടക്കുകയും ചെയ്യും. ഈ പോരി അതാ നല്ലത്. വേണ്ട, നാളെ ആവട്ടെ.
ഐശ്വര്യയോട് ഇവിടെ കിടക്കാൻ പറയാം. എന്നൊരു കാര്യം ചെയ്യ്, വാതിൽ നല്ലോണം അടച്ച് ബന്ധായി കാണട്ടെ, എന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊള്ളു. നമ്മൾ പോണു. അല്ലാ ഈ അടങ്ങാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഈമ കുതിരിക്കുക. ഇവിടെ വാടാ, ഇവിടെ വരാൻ, ഇവിടെ വാ. ഞാൻ കത്തി താഴ്ത്തു വെക്കി. അന്നോട് ഞാനാ പറഞ്ഞ കൂടെ ഇറങ്ങി വരാൻ. ഇവിടെ വാടാ. ഞാൻ ഇറങ്ങൂല. ഇവിടെ വന്നോ, ഇതാണ് നല്ലത്. ഞാൻ ഇറങ്ങൂലെന്ന് പറഞ്ഞില്ലേ? ഈ കത്തി എന്റെ പള്ളേ കിടക്കും. അല്ലെങ്കിൽ ഇറങ്ങൂല. ആ കത്തി താഴ്ത്തു വെക്കാൻ വരൂലേ? വരൂല. ഈ വരൂലേ? വരൂല. അയച്ചോ, ആ മഴുവും കണ്ടിട്ട് ഈ മരം ഇവിടെ വേണ്ട. എന്തിനാ പോയി ഇതൊക്കെ മരം മുറിക്കണത്? ഞാൻ ഇറങ്ങാം. ഇറങ്ങല്ലേ? ഞാൻ പോട്ടെ. എന്നാ പോ. ഇവിടെ വാ, ഇവിടെ വാ. എന്തിനാ? എന്തിനാണോ? എന്നെ കൊന്നേ. ഇത് നമ്മൾ നേരത്തെ നജീസ, അതുകൊണ്ട് ഞാൻ നമ്മൾ ഉറക്കം കഴിഞ്ഞ് കാത്തിരുന്നത്. എനിക്ക് ആരും ഇല്ലാന്ന് നീ വിചാരിക്കണ്ട. മൊയ്തുക്ക്